നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും വിജീസ് ബ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ കുക്കറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കുക്കറി വ്ളോഗ് തന്നെയാണ്. മദ്രാസ് ഗീ റൈസ് എന്ന് പറഞ്ഞ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷെ അത് പറയുമ്പോൾ അത് എനിക്ക് അറിയാൻ ഇടവന്നത് എൻ്റെ കൊച്ചേട്ടൻ മദ്രാസിൽ ഇന്ത്യ ടുഡേയിൽ കോപ്പി എഡിറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് ഞാൻ കൊച്ചേട്ടനെ കാണാൻ പോയപ്പോൾ എന്നെ കൊണ്ട് അവരുടെ ഫാമിലിയുടെ കൂടെ കൊണ്ടുപോയി കോണ്ടി ബസാറിലൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ച് ആദ്യമായിട്ട് ഞാൻ ഗീ റൈസ് കഴിക്കുന്ന അവിടെ നിന്നാണ്. പക്ഷേ ഇന്ന് ഞാനിത് പറയുന്ന നിമിഷത്തിൽ ഈ ജൂലൈ 29 എൻ്റെ കൊച്ചേട്ടൻ ആക്സിഡൻറ്റിൽ ഇന്ത്യ ടുഡേയിൽ ജേർണലിസ്റ്റ് മീറ്റിന് മുൻപുള്ള ദിവസം തലേദിവസം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് ഈ ജൂലൈ 29 19 വർഷം തികയുന്ന ഒരു വളരെ മനസ്സ് നടുങ്ങുന്ന വളരെ എൻ്റെ മരണം വരെയും ഞങ്ങൾ ഓരോരുത്തരെ അലട്ടുന്നൊരു വിഷമിപ്പിക്കുന്നൊരു ഘടകമാണ് അത്. അങ്ങനത്തെ സംഭവം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഗീ റൈസ് ഓർമ്മിക്കുമ്പോൾ എൻ്റെ കൊച്ചേട്ടന് ഒരു ഫുഡ് ലവറായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഈ ഗീ റൈസ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ച ചിക്കൻ 65 എന്നുള്ള റെസിപ്പി അതുണ്ടാക്കി കൊച്ചേട്ടൻ ഒരിക്കൽ എന്നെ വിസിറ്റിന് വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഞാനത് ഉണ്ടാക്കി യാത്രയ്ക്ക് കൊടുത്തു വിട്ടു. കൊച്ചേട്ടൻ വളരെ ഇഷ്ടപ്പെട്ടു. ഫുഡ് ലവറായിട്ട് എല്ലാം എൻകറേജ് ചെയ്യും. പിന്നെ വളരെ നല്ല ഗുണങ്ങളുടെ ഉടമയായുണ്ട്. എന്താ പറയാൻ, ഈ ലോകത്ത് നല്ല ഗുണങ്ങളുള്ളവർ അധികം വാഴില്ല എന്ന് പറയാറുണ്ട്. അതായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗ്യക്കേട് എന്തോ ആവട്ടെ. കൊച്ചേട്ടൻ എം വി ജയചന്ദ്രൻ ഇന്ത്യ ടുഡേ കോപ്പി എഡിറ്റർ ആയിരുന്നു. 46ാമത്തെ വയസ്സിലാണ് കൊച്ചേട്ടൻ ആക്സിഡൻറ്റ് മരിച്ചത്. ഈ ജൂലൈ 29 19 വർഷമാണ്. അപ്പോൾ ഈ ഗീ റൈസ് മാനസികമായിട്ടൊരു കൊച്ചേട്ടന് ഇഷ്ടപ്പെട്ട്, കൊച്ചേട്ടൻ്റെ എല്ലാ ഫുഡും ഇഷ്ടമാണെങ്കിൽ ഇത് കൊച്ചേട്ടന് ഇഷ്ടപ്പെട്ട് ഉള്ള ഒരു ഫുഡായതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അത് കൊച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ളത് ഞാനതാണ് ചെയ്യുന്നത്. പിന്നെ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഇൻ കൽക്കട്ട എന്നുള്ളതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ കാര്യം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചേട്ടൻ്റെ ഇൻസ്പിറേഷൻ കാരണം ഞാൻ അത് ലേഖനമായിട്ട് എഴുതാൻ വേണ്ടി മാഗസീനിലോ പേപ്പറിലോ എഴുതി പ്രസിദ്ധീകരിക്കണമെന്ന് കൊച്ചേട്ടൻ എന്നെ ഉപദേശിച്ചത് പ്രമാണിച്ച് ഞാൻ അന്ന് പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അത് ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ, അന്ന് വീഡിയോ അല്ല ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഒന്നും കിട്ടാതെ പോയി ആ ന്യൂ ഇയർ സെലിബ്രേഷനിൽ. പിന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു നിയോഗം പോലെ ഈ 2023 ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ കൽക്കട്ടയിൽ ഇത്രയും ചൈനക്കാരുടെ ടൗൺ ഉണ്ടെന്നും അവിടെ പോയി എടുക്കണമെന്നും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റി, ഒരു നിയോഗം പോലെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ കൊച്ചേട്ടനാണ്, കൊച്ചേട്ടൻ്റെ ഉപദേശമാണ്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ കൊച്ചേട്ടൻ എൻ്റെ കൂടെയോ കൊച്ചേട്ടൻ്റെ വൈഫിൻ്റെ കൂടെയോ മോൻ്റെ കൂടെയോ കുടുംബത്തിൻ്റെ കൂടെയോ ഇല്ല. പക്ഷേ ആ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരം എന്തെങ്കിലും രീതിയിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇത് മദ്രാസ് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് 3/4 വേവിൽ കൂടുതൽ വേവിച്ചിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ്. അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിരിക്കുകയാണ്. സവാള കനം കുറച്ച് അരിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് റേസിൻസ് ഉണക്കമുന്തിരിങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് നമ്മൾ മസാലയായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പെരിഞ്ജീരകവും 3-4 ഏലക്കയും ഒരു 3 ഗ്രാമ്പൂവും മാത്രമാണ്. ഇനി നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് കുക്കിംഗ് ഓയിലും ചേർക്കും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കൊച്ചേട്ടൻ മദ്രാസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഗീ റൈസ് കഴിച്ച അവിടെ നിന്നാണ്. പക്ഷേ ഇപ്പോൾ നെയ്ച്ചോറ്, ഈ മലയാളത്തിൽ പറഞ്ഞാൽ നെയ്ച്ചോറാണിത്. അപ്പം ഇത് പക്ഷേ മദ്രാസ് ഗീ റൈസ് എന്ന് പറഞ്ഞ് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് കഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ വീട്ടിൽ പല പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ അന്ന് ചാനലിൽ കാണിച്ച ചിക്കൻ 65 നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ എന്തെങ്കിലും ചിക്കൻ കറി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഒരു 2 ടീസ്പൂൺ നെയ്യും കുറച്ച് റിഫൈൻഡ് ഓയിലും ഒഴിച്ചു. വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണയും ഒഴിക്കാം. ഞാനത് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഒരുപാട് റിച്ചായിട്ട് ഉണ്ടാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് പേർക്ക് വളരെ റിച്ചായിട്ട് നല്ല ഹെവി ആയിട്ട് നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ കൂടുതൽ നെയ്യ് ചേർത്താലും എത്ര നെയ്യ് ചേർത്താലും അതിൻ്റെ മണം കിട്ടില്ല. മിക്സ് ചെയ്ത് ഏതെങ്കിലും ഒരു
റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അതും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നെയ്യുടെ മണവും രുചിയും കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഗ്രാമ്പു ഇട്ട് കൊടുക്കുകയാണ്. 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് മസാലയുടെ ഗരം മസാലയുടെ ആവശ്യമില്ല. കുറച്ച് 3-4 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് പെരുംജീരകവും ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ചോറിട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് വേവിച്ച ചോറിട്ട് കൊടുക്കുകയാണ്. വേവിച്ച ചോറ് നമ്മൾ മുക്കാൽ കൂടുതൽ നല്ലോണം വേവിച്ച് തോർത്തിയെടുത്ത ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന ഗോൾഡൻ കളറിൽ വറുത്ത് വെച്ചിരിക്കുന്ന പകുതി സവാള ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യും. പകുതി ഞാൻ അതിൻ്റെ ഡെക്കറേഷൻ പോലെ മീതെ ഇടാനായിരിക്കും വെക്കുന്നത്. അതേപോലെ തന്നെ പകുതി സവാള അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കും. പകുതി സവാള മീതെ ഉണ്ടാക്കിയതിന് ശേഷം മീതെ ഡെക്കറേഷൻ പോലെ ഇടാനും, പകുതി അണ്ടിപ്പരിപ്പ് മിക്സ് ചെയ്യും, അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. പിന്നെ പകുതി ഡെക്കറേഷൻ പോലെ, പകുതി വറുത്ത ഈ റൈസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരിങ്ങ അതും മിക്സ് ചെയ്ത് ചേർക്കും. പകുതി മീതെ ഡെക്കറേഷൻ വയ്ക്കും. എന്നിട്ട് ഉപ്പും ചേർത്ത് ഇളക്കി. ഇത് സിമ്പിളാണ്. ഇതിപ്പോൾ നമ്മളൊക്കെ എപ്പോഴും അതിഥി സൽക്കാരത്തിനും ഒക്കെ നമ്മൾ ബിരിയാണിയും പുലാവ് റൈസും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയോ മുട്ടക്കറിയോ എന്തെങ്കിലും. ഞാൻ ഇതിന് മുൻപ് കാണിച്ച ചിക്കൻ 65 എന്ന റെസിപ്പി ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഗീ റൈസ് ആയതുകൊണ്ട് ഗീ ഒരു ഘടകമാണ്. ഇത് മദ്രാസിലെ പോണ്ടി ബസാറിലുള്ളൊരു ഹോട്ടലിൽ വർഷങ്ങൾക്ക് മറ്റേ കൊച്ചേട്ടൻ ഞാൻ ചെന്നപ്പോൾ കൊണ്ടുപോയി. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചേട്ടൻ തന്നെ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി. കൊച്ചൻ്റെ യാത്രയ്ക്ക് ഗീ റൈസും ഈ ചിക്കൻ 65 കോമ്പിനേഷൻ ഉണ്ടാക്കി കൊടുത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ 1-2 അതിഥി സൽക്കാരങ്ങൾക്കും ചെയ്തപ്പോൾ അവർക്കും ഇഷ്ടപ്പെടാൻ കാര്യം അവർ പറഞ്ഞത് ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഇതൊരു വ്യത്യാസമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് കാണാം. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ പകുതിയും കാഷ്നട്ട്സിൻ്റെ പകുതിയും വറുത്തു വെച്ച റൈസിൻസ് ഉണക്കമുന്തിരിങ്ങയുടെ പകുതിയും അത്രയും പകുതി ക്വാണ്ടിറ്റിയും പിന്നെ സവാള അണ്ടിപ്പരിപ്പ് പിന്നെ ഉണക്കമുന്തിരിങ്ങ എല്ലാം പകുതി ക്വാണ്ടിറ്റി ഞാൻ ചേർത്ത് ഇതിലോട്ട് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കുറച്ച് നെയ്യും കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒഴിച്ചത്. അതിലോട്ട് 4 ഏലക്ക ഇട്ടു, ഒരു മൈൽഡ് ഫ്ലേവർ, ഗരം മസാലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് 3 ഗ്രാമ്പു ഇട്ടു, 4 ഏലക്ക ഇട്ടു, ഒരു ചെറിയ സ്പൂൺ പെരുംജീരകം ഇട്ടു. ഇത്രയിട്ട് മൂത്തപ്പോഴാണ് അതിലോട്ട് ഞാൻ ചോറും ഇട്ട് ഈ ഐറ്റംസ് ഒക്കെ ഇട്ടത്. അതിട്ട് ഉപ്പും ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ, എനിക്ക് ഒരുപാട് റിച്ച് ആയിട്ട് ഒരുപാട് നെയ്യും എണ്ണയും ചേർത്ത് ഉണ്ടാക്കുന്നതിനോട് വലിയ യോജിപ്പുള്ള ഒരാളല്ല. ഞാൻ കഴിയുന്നിടത്തോളം ഫാറ്റ് കണ്ടന്റ് കുറച്ച് പാചകം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഗീ റൈസ് ആണ് എൻ്റെ പേരെങ്കിലും ഒരുപാട് നെയ്യ് കോരി ഒഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ ഹോട്ടലിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർക്ക് അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് നിറച്ച് നെയ്യ് ചേർക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഗീ റൈസ് മദ്രാസിൽ എൻ്റെ കൊച്ചേട്ടൻ പോണ്ടി ബസാറിലെ ഹോട്ടലിൽ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നിറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. ആ റൈസിന്റെ മുകളിൽ ഇങ്ങനെ ആ ഹോട്ടലിന്റെ ലൈറ്റിൽ അത് റൈസ് തിളങ്ങുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പൊ എന്റെ സിസ്റ്ററിനോ ചോദിക്കുകയും ചെയ്തു, ഇത്രയും ഓർമ്മയുണ്ടോ എന്ന്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്ന്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ വന്ന് പരീക്ഷിച്ചത്, വളരെ സക്സസ് ആയി. അപ്പോൾ വളരെ സിമ്പിളാണ് സത്യത്തിൽ, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഇതൊക്കെ എല്ലാ വീടുകളിലും ഉള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ പൂർത്തിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഇനി കാണാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. കഴിഞ്ഞു, ഇതിന്റെ പണി കഴിഞ്ഞു. ഇനി ഇളക്കണം കുറച്ചൊന്നും, അത്രേ ഉള്ളൂ.
ഞാനൊരു 2 മിനിറ്റ് അതൊന്ന് മൂടി വെച്ചു. കാരണം ഈ ചേർത്ത സവാള വറുത്തതും വറുത്ത അണ്ടിപ്പരിപ്പും വറുത്ത ഉണക്കമുന്തിരിങ്ങയും എല്ലാം ഗരം മസാലയൊക്കെ അതിൽ ചേർത്തല്ലോ. നെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് നെയ്യും കുറച്ച് റിഫൈൻഡ് ഓയിലും എല്ലാം ഉണ്ടല്ലോ. എല്ലാം കൂടെ ഒന്ന് ചേരാൻ വേണ്ടി ഞാൻ 1 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ഗീ റൈസ് ഉണ്ടാക്കി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ആവാതെ ഇരിക്കട്ടെ. ഞാനെപ്പോഴും ഈ മദ്രാസ് ഗീ റൈസാണ് ഉണ്ടാക്കാൻ നോക്കാറുള്ളത്. മറ്റേ കോഴിക്കോടും മലപ്പുറത്തുമുള്ള നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കാറില്ല. ആദ്യകാലത്ത് എനിക്ക് പാചക എക്സ്പീരിയൻസ് കുറഞ്ഞിരുന്ന സമയത്ത് ഞാൻ ഡാൽഡയൊക്കെ ചേർക്കുമായിരുന്നു. ഇപ്പോൾ ഞാനങ്ങനെ ചേർക്കാറില്ല. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നെയ്യ് കോരി ഒഴിച്ച് ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ മനസ്സിലായി എത്ര നെയ്യ് ഒഴിച്ചാലും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകാൻ പ്രയാസമാണ്. അത് ഏതെങ്കിലും വേറൊരു കുക്കിംഗ് മീഡിയം, ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിഫൈൻഡ് ഓയിലിൽ മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നെയ്യ് കോരി ഒഴിക്കേണ്ട. ആ സമയം നെയ്യുടെ ടേസ്റ്റും ഫ്ലേവറും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് മാറ്റിയാണ് സെർവിങ് ഡിഷിലോട്ട്. നമുക്ക് കാണാം എങ്ങനെയുണ്ട്. അങ്ങനെ മദ്രാസ് ഗീ റൈസ് ഉണ്ടാക്കി വിളമ്പി വെച്ചിരിക്കുകയാണ്. ചിക്കൻ കറിയാണ് ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ വച്ചിരിക്കുന്നത്. മദ്രാസ് ഗീ റൈസിനൊപ്പം ചിക്കൻ കറിയും പപ്പടവും. ഇത് ചിക്കൻ കറി വേണമെന്നില്ല, മട്ടൺ കറി ആയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ നല്ല എരിവുള്ള എന്താ പറയുക മുട്ടക്കറിയായിട്ട് കഴിക്കാം, എന്ത് വേണമെങ്കിലും കൊഞ്ച് കറിയായിട്ട് കഴിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത, നമ്മളെപ്പോഴും ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും അല്ലെങ്കിൽ പുലാവ് റൈസും അങ്ങനെയുള്ളത് കഴിക്കുമ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തവുമാണ്. പിന്നെ കുറച്ച് സിമ്പിളാണ്, ഒരുപാട് ചിലവില്ല. കുറച്ച് സാധനങ്ങൾ ഇപ്പം ഞാനിതിലിപ്പോൾ ഉപയോഗിച്ച അണ്ടിപ്പരിപ്പ് ഡെക്കറേഷൻ കാഷ്നട്ട്സും റൈസിൻസ് അല്ല അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്ത് വളരെ കുറച്ചാണ്. പകുതി ഞാൻ നെയ്യിൽ വറുത്തത് അകത്ത് മിക്സ് ചെയ്ത് ചേർത്ത് പകുതി ഡിസ്പ്ലേക്ക്. എപ്പോഴും ഞാൻ എന്ത് സ്പെഷ്യൽ പാചകം ഉണ്ടാക്കിയാലും അതിൽ ചേർക്കുന്ന അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കിസ്മിസ് ഒന്നും വേണ്ട. ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്താൽ പോലും ഞാൻ ആ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഒരെണ്ണത്തിൻ്റെ പകുതി അതിൽ മിക്സ് ചെയ്ത് ചേർക്കും, പകുതി മാറ്റി വെച്ചേക്കും. എന്നിട്ട് ഡിസ്പ്ലേ ചെയ്ത് സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ മീതെ നിരത്തി ഇടും. അപ്പോൾ കാണുമ്പോൾ നമ്മൾ സംഭവം ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളെങ്കിൽ ഒരുപാട് ചേർത്തതുപോലെ ഉണ്ടാവും, എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അങ്ങനെ എടുത്തു കൊടുക്കും. മറ്റേത് എത്ര ചേർത്താലും മതിയാവില്ല. അങ്ങനെ കോഴിക്കോട് നെയ്ച്ചോറ് എല്ലാവർക്കും അറിയാം, ഇതും എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു ഫേമസ് യൂട്യൂബർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയുന്നു എന്ന് പറഞ്ഞത് സത്യമാണത്. എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയാണ്. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ ഇത് എൻ്റെ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നു. മദ്രാസിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഗീ റൈസ് അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഞാനിത് എടുക്കാൻ ഒരു കാരണം, എൻ്റെ കൊച്ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് മദ്രാസിൽ പോണ്ടി ബസാറിലുള്ള ഹോട്ടലിൽ അവരുടെ ഫാമിലിയുടെ കൂടെ കൊണ്ടുപോയി എനിക്ക് ഡിന്നർ വാങ്ങിച്ച് തന്നപ്പോൾ ഇതുണ്ടായിരുന്നു മെനുവിൽ. അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയും കഴിക്കുകയും ചെയ്തത്. പിന്നെ ഞാൻ വീട്ടിൽ ചിക്കൻ 65 എന്നുള്ള ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ച അതും ഈ ഗീ റൈസ് കോമ്പിനേഷൻ ഉണ്ടാക്കി ഉണ്ട്. കൊച്ചേട്ടന് തന്നെ ഒരിക്കൽ യാത്രയ്ക്ക് പോയപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്ത് വളരെ ഇഷ്ടപ്പെട്ട ആളൊരു ഫുഡ് ലവറായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനിതിപ്പോൾ ഇടാൻ കാര്യം എന്താ വെച്ചാൽ, ഈ ജൂലൈ 29 എൻ്റെ കൊച്ചേട്ടൻ മരിച്ചിട്ട് 19 വർഷം തികയുന്ന ദിവസമാണ്. എനിക്ക് ഒരു നല്ലൊരു മെന്റർ, ഒരു നല്ലൊരു ഗുരു, നല്ലൊരു സ്പിരിച്വൽ ഗൈഡ്, എന്ത് പറയാൻ, എൻ്റെ എല്ലാത്തിനും എനിക്കൊരു അഡ്വൈസ് തരുന്ന ഒരാളായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, കൊച്ചൻ്റെ വൈഫിനോ മോനോ എല്ലാവർക്കും തന്നെ. അപ്പോൾ അങ്ങനെ ഒരു വളരെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഇപ്പോൾ ജൂലൈ 29 കൊച്ചേട്ടൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് 19 വർഷം ആവുകയാണ്. അപ്പോൾ ഞാൻ കൊച്ചേട്ടൻ്റെ ഓർമ്മയുടെ മുമ്പിൽ, കൊച്ചേട്ടൻ ഒരു ഫുഡ് ലവർ ആയിരുന്നുകൊണ്ട് കൊച്ചേട്ടനിലും കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ഈ റൈസ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ കാരണം. കൊച്ചേട്ടന് എല്ലാ ഫുഡും ഇഷ്ടമായിരുന്നെങ്കിലും എനിക്ക് പെട്ടെന്ന് കൊച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മ വരുന്ന മദ്രാസിലെ സ്പെഷ്യാലിറ്റിയാണ്. ഇത് പലർക്കും അറിയാവുന്ന സംഭവമാണെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും അറിയാമായിരിക്കണം, എന്നാലും ഉണ്ടാവുന്ന തെറ്റുകുറ്റങ്ങൾ സദയം പൊറുക്കുക.